അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പാനൽ സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പോൾ നമ്മൾ ആ ഒരു സെഷനിലേക്ക് പോവാണ്. ചോദ്യം എഴുതി കിട്ടിയ ചോദ്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിഷാദ് സുലാഹി വായിക്കും. അൽഹംദുലില്ലാഹ്, ഇവിടെ നടന്ന പ്രോഗ്രാമുകൾ അത്യാവശ്യം ശ്രദ്ധയോടെ എല്ലാവരും ശ്രവിച്ചു എന്നതാണ് ഇത്തരം ചോദ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അതിലൊന്നാമത്തെ ചോദ്യം ആയി നമുക്ക് ലഭിച്ചിട്ടുള്ളത്, മ്യൂസിക് അത് ഹറാമാണോ? മുസ്ലിം എന്ന നിലക്ക് ആ മ്യൂസിക് കേൾക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. അതിന് നമുക്ക് വേണ്ടി ഉത്തരം നൽകുന്നത് സഫാൻ ബറാമി അൽ ഹിക്കമി അവറുകളാണ്. അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. ഈ സ്കൂളിൽ അവസാനത്തെ ബെല്ലിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കും നമ്മളുണ്ടാകുക. ലാസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് ജനഗണമന കേൾക്കാൻ വേണ്ടി നമ്മളിങ്ങനെ അതിന് മാത്രമേ നമുക്ക് ശ്രദ്ധ ഉണ്ടാകുന്ന ഒരു സമയത്തായിരിക്കും. വളരെ കുറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം മ്യൂസിക് അതിൻ്റെ ഇസ്ലാമികപരമായ വിധി എന്താണെന്നുള്ളതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യം നമ്മൾ ചോദിക്കുന്നു എന്നത് തന്നെ അതിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇസ്ലാമിൽ അത് പ്രശ്നമുള്ളതാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകുന്നതുകൊണ്ടാണ് ആ ചോദ്യം തന്നെ വരുന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു പക്ഷം. നമുക്കത് പ്രമാണങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനും ഹദീസും എന്ത് പറയുന്നു എന്നതാണ് എല്ലാ വിഷയത്തിലും നമ്മൾ നോക്കേണ്ട കാര്യം. അതിൽ നമുക്ക് ഡൗട്ടില്ലാതെ പറയാൻ പറ്റുന്ന ഒന്നാണ്, സംഗീതം അത് ഇസ്ലാം അനുവദിച്ചതല്ല, ഹറാമാക്കിയതാണ് എന്ന കാര്യം. ഒട്ടനവധി പ്രമാണങ്ങൾ അതിന് നമുക്ക് ഉദ്ധരിക്കാനും പറ്റും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഒരിക്കൽ ഒരു പരിപാടിക്ക് പോകുന്നൊരു ഘട്ടത്തിൽ, അത് മ്യൂസിക് ഉപകരണങ്ങളൊക്കെയുള്ള ഒരു പരിപാടിക്ക് അദ്ദേഹം പോകുന്നു എന്നൊരു ഘട്ടം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കിക്കെടുത്തിയ ഒരു സംഭവം ചരിത്രം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നബി പ്രവാചകനായിരിക്കുന്ന ഒരാൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സദസ്സാണ് എന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ ഉറക്കിക്കെടുത്തിയത്, അള്ളാഹു ആ സദസ്സിലേക്ക് എത്തിക്കാതിരുന്നത് എന്ന് പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യദിനത്തോട് അടുക്കുമ്പോൾ ചില വിഭാഗം ആളുകൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ വരും. അവരുടെ പ്രത്യേകതകൾ എണ്ണി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്നാണ്, അവർ മ്യൂസിക് ഹലാലായി കാണുന്ന ആളുകളായിരിക്കുമെന്നത്. ഈ ഇൻസ്ട്രുമെൻറ്റ്സ്, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് മ്യൂസിക് ആസ്വദിക്കുന്ന അത് അനുവദനീയമാണ് എന്ന് പറയുന്നവരായിരിക്കും അവസാന നാളുകളിൽ ഖിയാമത്ത് നാളോട് അടുക്കുമ്പോൾ അതിൻ്റെ അടയാളങ്ങളായി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹുക്കം എന്താണ്, മതപരമായ വിധി എന്താണ് എന്നതിൽ അത് നിഷിദ്ധമാണ് എന്ന് ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാം. അപ്പോൾ നമുക്കുണ്ടായേക്കാവുന്ന മറ്റൊരു കാര്യം, അതൊരു നാച്ചുറൽ അല്ലേ, അല്ലെങ്കിൽ മ്യൂസിക് ആസ്വദിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഒരു നാച്ചുറലായ ഒരു ആസ്വാദന രീതിയല്ലേ, അതൊക്കെ ഇസ്ലാം ഹറാമാക്കിയാൽ പിന്നെ എന്താണ് ആസ്വാദനമുള്ളത് എന്നൊക്കെയുള്ള കാര്യമായിരിക്കും പിന്നെ നമുക്ക് തോന്നാവുന്ന കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. ഒന്ന്, അടിസ്ഥാനപരമായി ദീന് ഹലാലാണോ ഹറാമാണോ എന്ന് പഠിപ്പിച്ചതാണ്, ഉണ്ടോ ഇല്ലേ എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഒരു കാര്യത്തിന് ഇൻഫ്ലുവൻസ് ഉണ്ടോ, അത് നമുക്ക് ഉപകാരമുണ്ടോ, നമുക്ക് ഉപകാരമായി തോന്നുന്നുണ്ടോ, നല്ലതായി തോന്നുന്നുണ്ടോ എന്നതല്ല, ഇസ്ലാം ഹലാലാണോ ഹറാമാണോ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ എന്നതാണ് ബേസിക്കലി എല്ലാ കാര്യത്തിലും നമ്മൾ അവലംബിക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൊക്കെ കേൾക്കുക, ആസ്വദിക്കുക എന്നൊക്കെ പറയുന്നത് ഇസ്ലാം ഹറാമാക്കിയ അത്ര ഒരു ആസ്വാദനത്തിന് മേഖലയില്ലാത്തതാണോ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ക്ലാരിറ്റിക്ക് വേണ്ടി പറയാം, ഇസ്ലാം അനുവദിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഹറാമാക്കിയിട്ടുള്ളത് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള വാദ്യങ്ങളെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്ന മ്യൂസിക്കിനെയാണ് ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈണം സെഷൻ ഉണ്ടായിരുന്നു. നല്ല മനോഹരമായ ഇസ്ലാമിക ചരിത്രം പറയുന്ന ആളുകളെ ഉത്ബോധിപ്പിക്കുന്ന ഗാനങ്ങൾ മലയാളത്തിലുണ്ട്, മറ്റു ഭാഷയിലുണ്ട്. അങ്ങനെ പാടാനോ അല്ലെങ്കിൽ അത് പാടുന്നതോ അത് കേൾക്കുന്നതോ ഒന്നും മതപരമായി വിലക്കുള്ള കാര്യമല്ല. എന്നാൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള മ്യൂസിക് അതാണ് ഹറാമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ യുക്തി എന്ത് എന്ന് അന്വേഷിക്കലല്ല, പ്രവാചകൻ അത് വിലക്കിയിട്ടുണ്ട്, ദീൻ അത് വിലക്കിയിട്ടുണ്ട് എന്നത് ഉൾക്കൊള്ളാനുള്ള
ഒരു ഈമാനികമായ പരിസരത്തേക്ക് വരിക എന്നതാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഓക്കെ, അടുത്ത ഒരു ചോദ്യം വന്നിട്ടുള്ളത്, എന്താണ് ബിദ്അത്ത്? കാരണം നമ്മളെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ പലരും പറയുന്നു ബിദ്അത്ത് അത് ചെയ്യാൻ പാടില്ല, അത് ദീനിലില്ലാത്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്താണ് ബിദ്അത്ത്? ആ ബിദ്അത്ത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ? മതപരമായി ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ബിദ്അത്ത് എന്ന പദം, ആ വാക്ക് കേൾക്കാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാകില്ല എന്ന് ഞാൻ മനസ്സിലാക്കണം. സുന്നത്ത് എന്താണ്, അതിൻ്റെ നേർ വിപരീതമായ ടെർമിനോളജിയാണ് ബിദ്അത്ത്. ഇപ്പോൾ ഒരു കാര്യം സുന്നത്താണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ, ടീച്ചിങ്സിൽ ഒരു സംഗതി ഇൻക്ലൂഡഡ് ആണോ ഇല്ലേ നോക്കിയാണ് ഒരു കാര്യം സുന്നത്താണോ ഇല്ലേ എന്ന് തീരുമാനിക്കുക. നബി അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് സുന്നത്താണ്. നബി പഠിപ്പിക്കാത്തൊരു കാര്യമുണ്ടോ എങ്കിൽ അത് ബിദ്അത്താണ് എന്ന് നമുക്ക് വളരെ ചുരുക്കി പറയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ, ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യവും, ഒരു കർമ്മം ഇസ്ലാമിൽ ആക്സെപ്റ്റഡായ കൂലി കിട്ടുന്ന ആകണമെങ്കിൽ 2 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്ന്, അത് അള്ളാഹുവിൻ്റെ വജൂഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം നിർവഹിക്കുന്നതായിരിക്കണം, ഇഖ്ലാസോടുകൂടെ നിർവഹിക്കണം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അത് ചെയ്യുന്നത്, ഇപ്പോൾ നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, അത് അള്ളാഹുവിൻ്റെ വജൂഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം, വേറെ ആളെ കാണിക്കാനാകാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റു നമുക്ക് അതിൽ നിന്ന് മറ്റു എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാകാൻ പാടില്ല, അള്ളാഹുവിൻ്റെ വജൂഹ് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിക്കുന്ന രൂപത്തിലായിരിക്കണം. ഇതാണ് എല്ലാ കാര്യവും ഒരു ആക്ഷൻ അത് അള്ളാഹു സ്വീകരിക്കുന്നതായി മാറാനുള്ള 2 കണ്ടീഷൻ ഏത് ഘട്ടത്തിലും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഒരു കാര്യം അത് ഇസ്ലാമിലുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുണ്ടോ എന്നത് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ അത് സുന്നത്താണ്, നബി പഠിപ്പിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ അത് ബിദ്അത്താണ്. ഇനി ബിദ്അത്തിന്റെ ഗുരുതരമായ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും നമ്മുടെ ദീനിൽ പുതിയതായ ഒരു കാര്യം ഉണ്ടാക്കി, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയിൽ, എൻ്റെ ടീച്ചിങ്സിൽ ഇല്ലാത്തൊരു കാര്യം ഒരാൾ ദീനായി പഠിപ്പിച്ചാൽ അത് റിജക്റ്റ് ചെയ്യേണ്ടതാണ് എന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതാണ് ബിദ്അത്തിന്റെ നിർവചനവും. അപ്പോൾ ഒരാൾ ദീനായി ഒരു കാര്യം പഠിപ്പിക്കുന്നു, ആ കാര്യം കൂലി കിട്ടാൻ വേണ്ടി ഒരാൾ ഒരു കാര്യം ചെയ്യുന്നു, അതാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ സ്ഥിരപ്പെടാത്തതുമാണ് എങ്കിൽ അത് ബിദ്അത്താണ്. ആ ബിദ്അത്തുകളുടെ വളരെ ഗുരുതരമായ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന്, പരലോകത്ത് ഹൗദുൽ കൗസറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളായ എല്ലാവർക്കും വെള്ളം കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ നബി ഇങ്ങനെ മനസ്സിലാക്കും, വുളൂഇൻ്റെ അടയാളങ്ങൾ കണ്ടിതാ ഇത് മുസ്ലിമാണ് എന്ന് മനസ്സിലാക്കി വെള്ളം കൊടുക്കും. ആ സമയത്ത് അതിൽ നിന്നിങ്ങനെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങളുണ്ടാകും. അതാരായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അവരെ മാറ്റി നിർത്തരുത്, അവരെൻ്റെ കമ്മ്യൂണിറ്റിയാണ് എന്ന് നബി സങ്കടത്തോടു കൂടെ പറയും. അപ്പോൾ അള്ളാഹു പറയും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, പ്രവാചകരെ, താങ്കളുടെ മരണത്തിന് ശേഷം ദീനിൽ അവരെന്തൊക്കെയാണ് പുതുതായി കൂട്ടിച്ചേർത്തത് എന്ന് നിങ്ങൾക്കറിയില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുഹുക്കൻ ലിമൻ ബദ്ദല ബഅദി, എൻ്റെ ശേഷം ദീനിൽ പുതുതായി കാര്യങ്ങൾ ഉണ്ടാക്കി ചേർത്തവർ ദൂരെ പോകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അങ്ങനെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കിട്ടൂല. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൗബ സ്വീകരിക്കില്ല. ബിദ്അത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇതിൻ്റെ വേറൊരു വലിയ അപകടം എന്താണ്? സൂറത്തുൽ കഹ്ഫ് അവസാനിക്കുമ്പോൾ അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്, ചില ആളുകൾ അവർ യുഹ്സിനൂന സുനൻ, അവർ നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് കരുതി കാര്യങ്ങൾ ചെയ്യും, പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു കൂലിയുമില്ലാത്ത കാര്യങ്ങളായി അത് മാറും. ഇതാണ് ബിദ്അത്തിന്റെ വലിയ പ്രശ്നം. ഒരാൾ അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു ദിവസം ഒരാൾ നോമ്പ് നോക്കുന്നത് എന്തിനാണ്? ഇവിടെ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടാനല്ല, ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടാനല്ല, ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു രൂപത്തിലുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടാനല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി കിട്ടാനാണ് ഒരാൾ എന്താക്കുന്നത്? നോമ്പ് പിടിക്കുന്നത്. അള്ളാഹുവിനെ വജു ഉദ്ദേശിച്ച് മാത്രം നോമ്പ് പിടിക്കുകയാണ്. പക്ഷെ നബി പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള ദിവസവും മാസവും ഒക്കെ നിശ്ചയിച്ച് അങ്ങനെ നോമ്പ് പിടിക്കുമ്പോഴോ അവർ വിചാരിക്കുകയാണ്, ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള നന്മകളാണ് ചെയ്യുന്നത്, പരലോകത്ത് കൂലി കിട്ടാനുള്ള കാര്യമാണ് ചെയ്യുന്നത് എന്ന് കരുതി ആത്മാർത്ഥതയോടുകൂടി അവർ ചെയ്യും. പക്ഷേ അള്ളാഹു അത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യും. അതാണ് ബിദ്അത്തിന്റെ വലിയ പ്രശ്നം. ഇപ്പം കള്ളുടിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുടിക്കുന്നത് കള്ളാണ്, ഹറാമാണ്, തെറ്റാണ്
എന്ന ബോധ്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഒക്കെ അതിൽ നിന്ന് മടങ്ങി വരാനുള്ള സാധ്യതയും ഉണ്ടാകും. എന്നാൽ വിദേഹത്ത് ചെയ്യുന്ന ഒരാളോ അയാളെ മനസ്സിലുള്ളത് എപ്പോഴും എന്താണ്? ഞാൻ നല്ലൊരു കാര്യം ചെയ്യാണ്. ഇപ്പോൾ പിന്നെ റജബ് 27 വന്നാൽ മെഹറാജിൻ്റെ പ്രത്യേക ഒരു നോമ്പും നിസ്കാരമൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെ നോമ്പ് നോക്കുന്ന നമ്മുടെ സാധാരണക്കാരായ ആളുകൾ വിചാരിക്കുന്നത് എന്താണ്? ഈ നോമ്പിലൂടെ അള്ളാഹുവിനിക്ക് കൂലി തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഉണ്ടാകുന്നതോ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം തടയപ്പെടുന്ന, അതുപോലെ തന്നെ തൗബ സ്വീകരിക്കാതിരിക്കുന്ന വലിയ കുറ്റം കിട്ടുന്ന കാര്യമായി അത് മാറുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോടൊരു കാര്യം യോജിക്കുന്നുണ്ടോ അത് നമ്മൾ ചെയ്യും. നബിയോ പഠിപ്പിക്കാത്തൊരു കാര്യം ദീനായി ചെയ്യാൻ നമുക്ക് പാടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റജബ് 27 വരുന്നൊരു നോമ്പുണ്ട്, അതുപോലെ നബിദിനമുണ്ട്. ഇതൊക്കെ ആളുകൾ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഒരൊറ്റൊരു പരിശോധന മാത്രം നടത്തും, നമ്മൾ ഒറ്റ ടെസ്റ്റ് മാത്രമേ നടത്തുള്ളൂ. ഇത് നബി ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പം നബി ചെയ്യാത്തൊരു കാര്യം നമ്മളും ചെയ്യേണ്ട. അതാണ് സുന്നത്ത് എന്താണ് എന്നും ബിദഅത്ത് എന്താണ് എന്നും നമ്മൾ മനസ്സിലാക്കുകയും ബിദഅത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ഗൗരവം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ചോദ്യം വന്നിട്ടുള്ളത്, ഒരുപാട് ഡ്രഗ്സ് ഉപയോഗിക്കാൻ പാടില്ല, അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ കേട്ടു. പക്ഷേ ഞങ്ങളുടെ കൂട്ടുകാരിൽ, ഫ്രണ്ട്സിൽ ചില ആളുകളൊക്കെ ആ രൂപത്തിൽ പെട്ടുപോയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെ എങ്ങനെയാണ് അതിൽ നിന്ന് മുക്തമാക്കേണ്ടത്? ആ ഡ്രഗ്സ് അഡിക്ഷനിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യമുള്ളത്. ഇൻഷാ അല്ലാഹ് അതിന് മറുപടി. എല്ലാവരും എണീച്ചിക്കോ. ഞാനിങ്ങനെ എണീച്ചിക്കായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു പ്രയാസം. നിങ്ങളിങ്ങനെ ഇരിക്കുന്നതാണ് ഇപ്പോൾ. ഓക്കെ, ഇനി ടാസ്ക് എന്താണെന്ന് വെച്ചാലേ, ഇപ്പോൾ ഈ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഗിർ 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 സൗണ്ട് ഉണ്ടല്ലോ, നമ്മൾ ചെയർ നീക്കുമ്പോഴുള്ള സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് ഇല്ലാതെ ഇരിക്കണം. ഞാൻ പറയുമ്പോൾ ഇരിക്കണം. പക്ഷേ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഗിർ ഗിർ സൗണ്ട് കേൾക്കാൻ പാടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞതന്നെ കേൾക്കാത്ത കുറച്ച് കുട്ടികൾ, ഞാനിപ്പോൾ എന്താ പറഞ്ഞതന്നെ കേൾക്കാത്ത കുറച്ച് കുട്ടികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, റെഡിയല്ലേ? ഇരിക്കാൻ വേണ്ടി പറയുമ്പോൾ ഈ ചെയറിൻ്റെ മുകളിൽ സൗണ്ട് ഇല്ലാതെ പതുക്കെ ഇരിക്കണം കേട്ടോ. ഓക്കെ, ആയില്ല. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം എല്ലാവരും ഉണ്ടായിരിക്കും. ആ ഒരു സൈലൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാലോ. ഓക്കെ, ഇരിക്കാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മലയാളത്തിന് എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നാണ്. ആയിക്കോട്ടെ, ലഹരിയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ചോദ്യം. ഇവിടെ ഈ ടീൻ സ്പേസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വന്ന സമയം മുതൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ആളുകളോട് പറഞ്ഞതും സംസാരിച്ചതും ഇവിടേക്ക് കയറി വരുമ്പോഴൊക്കെ നമ്മൾ കണ്ടത് ലഹരിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മൾ ചിലപ്പം ഇവിടെ അതുമായി ഒന്നും ബന്ധമില്ലാത്ത ആളുകൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ അത്ര വലിയ സീനാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിലപ്പോൾ തോന്നുന്നവരുണ്ടാകാം. അതിപ്പോൾ എൻ്റെ ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇസ്ലാമിക് കൾച്ചറൊക്കെ ഉള്ളതാണ്. നമ്മളൊന്നും ഒരിക്കലും അങ്ങനെ ആകില്ല എന്നൊക്കെ നമ്മൾ ചിലപ്പം വിചാരിക്കുന്നുണ്ടാകാം. ലഹരി എന്ന് പറയും. എന്താണ് ലഹരി എന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ ഇവിടെ വിശദീകരിക്കേണ്ടതില്ല. ലഹരി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അഡിക്ഷൻ്റെ മലയാളമാണല്ലോ ലഹരി. ഇത് നമുക്ക് കിട്ടാതെ വന്നാൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ, അഥവാ ഒരു സാധനം, ഒരു കൺസ്യൂം ചെയ്യുന്ന എന്തോ സാധനം ആകട്ടെ, അത് വായിലൂടെ പോകുന്നതാകാം, ശരീരത്തിലേക്ക് കയറുന്നതാകാം, അല്ലാത്തതാകാം, മൊബൈൽ ഫോൺ ആകാം, ഗാഡ്ജറ്റ് ആകാം, എന്തോ ആകാം, അതിങ്ങനെ കിട്ടാതിരുന്നാൽ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ടോ, അത് ലഹരിയാണ് എന്ന് നമുക്ക് ചുരുക്കി മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു പ്രതിവിധി എന്താണെന്ന് ചോദിച്ചാൽ, ലഹരിയുടെ പ്രതിവിധി എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഉത്തരം നിങ്ങളെല്ലാവരും മനസ്സിൽ ആവർത്തിച്ച് ഓർമ്മിക്കേണ്ട ഉത്തരം, തുടങ്ങാതിരിക്കലാണ് ഏറ്റവും വലിയ പരിഹാരം. എന്താണ് പരിഹാരം? തുടങ്ങാതിരിക്കലാണ് ഏറ്റവും വലിയ പരിഹാരം. എന്താണെന്ന് എല്ലാവരും പറയും, എല്ലാവരും ഒന്ന് റിപ്പീറ്റ് ചെയ്യും. എന്താണ് പരിഹാരം? ഇവിടെ ഈ ബോയ്സിൻ്റെ കൂട്ടത്തിലെ എനിക്കിങ്ങനെ നോക്കിയാൽ കാണുന്ന 1-2 കുട്ടികൾ ഈ പരിസരത്തെ അല്ല ഉള്ളത്. ഇപ്പോഴും ഞാൻ പറഞ്ഞതൊന്നും അവർ കേട്ടിട്ടില്ല. ഞാനിപ്പോൾ പറഞ്ഞതൊന്നും അവർ കേട്ടിട്ടില്ല. അവർ ഈ യൂണിവേഴ്സിലേ അല്ല ഉള്ളത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണം ഒറ്റക്കോടെ ഇരിക്കാം. പക്ഷെ നിങ്ങളിങ്ങനെ പരസ്പരം സംസാരിച്ച് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഓക്കെ, തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് ലഹരിയുടെ ഏറ്റവും വലിയ മരുന്ന്. തുടങ്ങാതിരിക്കലാണ്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒന്നിലേക്ക് നമ്മൾ പോകാതിരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മളൊക്കെ ഈ ലഹരി അഡിക്റ്റഡ് ആയ കുട്ടികളെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്,
ഇത് ഒരു പോയിന്റിൽ എങ്ങനെയോ അറിയാതെ എത്തിപ്പെട്ടതാണ്. ചിലപ്പം ഫ്രണ്ട്സുകളെല്ലാം കൂടിയിട്ട് നിർബന്ധിപ്പിച്ചതായിരിക്കും, ചിലപ്പോൾ അറിയാതെ പെട്ടതായിരിക്കും. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പ്രശ്നം കൊണ്ട് കുറേ നിർബന്ധിപ്പിച്ചു നോനോ പറഞ്ഞ് അവസാനം പെട്ടുപോയതായിരിക്കും. എന്തായാലും വലിയ പ്രയാസകരമായ സിറ്റുവേഷനിലേക്ക് എത്തുന്നതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് വളരെ ചെറിയ എമൗണ്ട് കൺസപ്ഷൻ ആയിരിക്കും, വളരെ ചെറിയ എമൗണ്ട് കൺസപ്ഷൻ ആയിരിക്കും. പക്ഷെ അതാണ് പിന്നീട് അതിൻ്റെ ഒരു മാധുര്യം, അതിനൊരു ആസ്വാദനം ഉണ്ട്. അത് കിട്ടുമ്പോഴുള്ള വളരെ കുറച്ച് നേരത്തെ നമുക്ക് ദുനിയാവിലൊരു ആസ്വാദനം ഉണ്ട്. അത് ലഭിച്ചു കഴിഞ്ഞാൽ, അതിങ്ങനെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ പിന്നെ വീണ്ടും കൺസ്യൂം ചെയ്യാതിരിക്കാൻ നമുക്ക് കഴിയാതെ വരും. അതുകൊണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പരിസരത്ത് അബദ്ധവശാൽ ആക്സിഡൻ്റലി പോലും നമ്മൾ എത്തിയാൽ 1000 വട്ടം നമ്മൾ നമ്മുടെ സ്വന്തത്തോട് പറയണം, ഇതെനിക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനുള്ള കറേജ് അത് കാണിക്കുക എന്നുള്ളത് നമ്മളെ സ്വന്തത്തോട്, പരലോകം മാത്രമല്ല ദുനിയാവും തന്നെ ആകെ കുളമാകും എന്നതിലൊരു സംശയമില്ല. ഇപ്പം അങ്ങനെ വാർത്തകൾ കേൾക്കുന്നുണ്ടല്ലോ നമ്മൾ. ഇപ്പം ഇന്നലെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരു 52 വയസ്സ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 52 ഏജ്ഡ് ആയ ഒരു ഉമ്മയെ സ്വന്തം മകൻ തല്ലിക്കൊന്നു. പ്രശ്നങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ലഹരിയാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് എവിടെ കൊണ്ട് ചെന്നെത്തിക്കും, ഇതിൻ്റെ അവസാനം എന്തായിരിക്കും എന്നത് നമുക്കിപ്പോൾ സ്വപ്നം കാണാൻ പറ്റുന്നതേ അല്ലാത്ത അപകടകരമായ ഒരു ഭയങ്കര പ്രശ്നമാണ്. അത് നമുക്കിപ്പം ആലോചിക്കാൻ കഴിയില്ല, നമ്മൾ അങ്ങനെയൊക്കെ എത്തും. അതുകൊണ്ട് ലഹരി ഉണ്ടായേക്കാവുന്ന ഒരു പരിസരത്ത് നമ്മൾ എത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം, തുടങ്ങാതിരിക്കുക. രണ്ടാമത്തേത് അതിൻ്റെ സാധ്യതകളെ നമ്മൾ തട്ടിവെക്കുക, മറച്ചു വെക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുക, അവിടെ നമ്മൾ ഉണ്ടാകരുത് എന്ന് തീരുമാനിക്കുക. ഇങ്ങനത്തെ സംഗതികളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകാതിരിക്കുക. ഇങ്ങനത്തെ പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തത്, ബൈ ചാൻസ് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ നമ്മളങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് പരിചയമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് നമുക്ക് ബോധ്യപ്പെടലാണ് മരുന്ന്. നമുക്ക് ബോധ്യപ്പെടണം ഇത് വലിയൊരു പ്രശ്നത്തിലേക്കാണ്, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയൊരു പ്രയാസത്തിലേക്കാണ് ഇത് പോവുക എന്ന് നമുക്ക് ബോധ്യപ്പെടണം. ആ ഉപയോഗിക്കുന്ന ആൾക്ക് ബോധ്യപ്പെടണം. നമ്മളങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബോധ്യപ്പെടണം. ഇനി നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കണം, പെട്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിന് മതപരമായ ഉത്ബോധനങ്ങൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ, ഭൗതികപരമായി ദുനിയാവിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് അത് ബോധ്യപ്പെടുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തത് ബോധ്യപ്പെട്ടാലോ, ഇതിൻ്റെ മരുന്ന് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട മരുന്ന് ഹാബിറ്റ്, ഇതൊരു ലഹരി ഹാബിറ്റായി മാറിയിട്ടാണ് നമ്മൾ അതിന് അഡിക്റ്റ് ആവുക. അതിന് മറുമരുന്ന് അല്ലെങ്കിൽ അതിൻ്റെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇതില്ലാതെ നമ്മൾ ശീലിക്കുക, ഹാബിറ്റ് ആകുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആളുകൾ പറയും ഒരു 21 days ഒക്കെയാണ് ഒരു കാര്യം നമ്മുടെ ഹാബിറ്റായി മാറാൻ നമുക്ക് വേണ്ട ഒരു സൈക്കിൾ, ഒരു നോർമൽ സൈക്കിൾ എന്ന് പറയുന്നത് അതാണ്. ഒരു 21 ദിവസം ഒരു കാര്യം ഒരാൾ ചെയ്താൽ അത് അയാളെ ഹാബിറ്റാവും. ഒരു 21 ദിവസം ഒരാളൊരു കാര്യം ചെയ്യാതിരുന്നാൽ ആ ചെയ്യാതിരിക്കുന്നത് അയാളുടെ ഒരു ഹാബിറ്റാവും. ഇതുപോലെ ഒരു 21 ദിവസം ഒരാൾ നിസ്കരിക്കാതിരുന്നാൽ പിന്നെ അവനെ നിസ്കരിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവൻ്റെ ഹാബിറ്റായി, അത് നിസ്കരിക്കാതിരിക്കുക എന്നുള്ളത് അവൻ്റെ ഹാബിറ്റായി അല്ലേ. ഹാബിറ്റ് എന്ന് പറയുന്നത് വലിയൊരു മാറ്ററാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഒന്ന് രാവിലെ പല്ല് തേച്ചില്ലേ, കുറച്ച് കുട്ടികളുണ്ടാവില്ലായിരിക്കും, എന്നാലും കുറേ ആളുകൾ പല്ല് തേച്ചല്ലോ. നമ്മൾ ഈ പല്ല് തേച്ചത് ഭയങ്കര കോൺഷ്യസ് ആയിട്ടാണോ പല്ല് തേച്ചത്? അതാ ഞാൻ എടുക്കുന്നു, എന്നിട്ട് ബ്രഷിൻ്റെ ഇത്ര ഏരിയകളിലാണ് പേസ്റ്റ് തട്ടുന്നത് എന്നൊക്കെ കോൺഷ്യസ് ആയി, ഇത്രാമത്തെ പല്ലുമലാണ് ഇപ്പോൾ തേക്കുന്നത്, കോൺഷ്യസ് ആയിട്ടാണോ നമ്മൾ പല്ല് തേക്കാറുള്ളത്? അല്ല, വളരെ നാച്ചുറലായി. നമ്മളിനി എന്തൊക്കെ മറന്നാലും നമുക്കിനി എത്ര മടിയാണെങ്കിലും അത് നമ്മൾ ചെയ്യും. എന്തുകൊണ്ട് ചെയ്യുമെന്ന് വെച്ചാൽ അത് നമ്മുടെ ഹാബിറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ ചെയ്യും. എന്നതുപോലെ എങ്ങനെ നമുക്ക് ഡ്രഗ് അഡിക്റ്റഡ് ആയ ഒരാൾക്ക് മാറി നിൽക്കാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത്, രീതി എന്ന് പറയുന്നത്, ഇത് ഉപയോഗിക്കാതെ ഹാബിറ്റ് ആകുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 21 days ചുരുങ്ങിയ പക്ഷം അത് കിട്ടാതിരിക്കാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് ചെയ്യണം. ഇപ്പം നമ്മളെ വീട്ടിൽ നിന്നാണ് നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്നാണ് കിട്ടുന്നത്, അവിടെ പോകണ്ട. സ്കൂളിൽ നിന്നാണ് നമുക്ക് സ്കൂളിൽ പോകണ്ട. ഒരു 21 ദിവസം സ്കൂളിൽ പോകാത്ത ആരും മണ്ടന്മാരായിട്ടില്ല ഈ വിഷയത്തിൽ കേട്ടോ. അപ്പോൾ ഒരു 21 ദിവസം സ്കൂൾ പോകണ്ട എന്ന് വെക്കാം. അങ്ങനെ എവിടെയാണോ ഇതിൻ്റെ സാഹചര്യം, ആ സാഹചര്യത്തിൽ നിന്ന് മാറി 21 ദിവസം അതൊരു ഹാബിറ്റ്, അത് അവോയ്ഡ് ചെയ്യുന്നത് നമ്മുടെ ഹാബിറ്റാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ആഫ്റ്റർ ഓൾ പരലോകത്തെക്കുറിച്ച് ഓർക്കുക, ഖുർആനും അതിൻ്റെ ഒരു ആസ്വാദനമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, പ്രാർത്ഥനയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് എല്ലാ പൈശാചികമായ പ്രശ്നങ്ങളെയും മാറ്റി നിർത്താനുള്ള മാർഗം.
എല്ലാ പൈശാചികതയും. അത് ലഹരി ആയാലും പ്രണയമായാലും പോണായാലും അങ്ങനെയുള്ള എന്തൊക്കെ ഹറാമുകളുണ്ടോ ഇതൊക്കെ നമുക്ക് മാറ്റി നിർത്താനുള്ള പ്രധാനപ്പെട്ട നമ്മുടെ ഒരു മാർഗം അത് പ്രാർത്ഥനയാണ്. അത് ഏത് കാര്യത്തിനുണ്ടാകണം. ഇങ്ങനത്തെ ഒരു അഡിക്ഷനൊക്കെ ഉള്ള ആളാണെങ്കിൽ കൂടുതൽ രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകൾ ചൊല്ലുക, ഖുർആൻ പാരായണം അത് ഹാബിറ്റാക്കി മാറ്റുക. എന്നിട്ട് പതുക്കെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നമ്മൾ അടുക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം പൈശാചികതയിൽ നിന്ന് മാറി നിൽക്കാനും നമുക്ക് പറ്റും. അള്ളാഹു സഹായിക്കട്ടെ. ഓക്കെ, നമ്മളെ ഈ പാനൽ ഡിസ്കഷനോട് അവസാനിക്കുകയാണ്. ഏകദേശം 5:15 നമ്മുടെ സമയം. നിങ്ങൾ ചോദിച്ച വിലപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് മറുപടി നിങ്ങൾക്ക് ലഭിക്കും. അതല്ല എങ്കിൽ പീസ് റേഡിയോ എന്ന ഓപ്ഷൻ നിങ്ങളെ മുമ്പിലുണ്ട്. ആ പീസ് റേഡിയോയിൽ അൽ ഇജാബ എന്നൊരു സെഷൻ 24 മണിക്കൂറും പീസ് റേഡിയോ നിരന്തരമായി നമ്മുടെ ആപ്പ് സ്റ്റോറിൽ നിന്ന് നമുക്ക് കിട്ടും. അത് എന്നും നമ്മുടെ വീട്ടിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അൽ ഇജാബ എന്നൊരു സെഷൻ ഉണ്ട്. അതിൻ്റെ ഫോൺ നമ്പറും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ ചോദ്യങ്ങൾ അതിലേക്ക് അയച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കതിൽ മറുപടി ലഭിക്കുന്നതാണ്. നമ്മളെ സമയപരിധി കൊണ്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നത്.